മോട്ടറോളയുടെ മോട്ടോ പാഡ് 60 പ്രോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 27,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ പാഡ് 60 പ്രോ എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മോട്ടോ പാഡ് 60 പ്രോയിൽ 12.7 ഇഞ്ചിൻ്റെ 3K റെസൊല്യൂഷനിൽ വരുന്ന LCD പാനലാണ് വരുന്നത്. അപ്പോൾ 3K റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 2944x1840 പിന്നെ LCD പാനലേ വരുന്നുള്ളൂ. ഇപ്പോൾ ഫോണുകളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് LCD പാനലേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LCD ഡിസ്പ്ലേ എന്നുള്ളത് ഓക്കെ ആണ്. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഓക്കെ ആണ്. പിന്നെ ഈ ടാബിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 615 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 6.9 mm ആണ്. പിന്നെ IP52 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ മോട്ടോ പെൻ പ്രോയുടെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് ടാബിൻ്റെ ബോക്സിൽ ലഭിക്കുന്നതും ആയിരിക്കും. അപ്പം ബോക്സിൽ തന്നെ നമുക്ക് സ്റ്റൈലസ് പെന്ന് ലഭിക്കുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. മെറ്റൽ ബോഡി ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ഫാൻറ്റം ബ്രോൺസ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 8300 എന്ന പ്രോസസ്സറാണ് ഈ ടാബിൽ വരുന്നത്. ഇപ്പം ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. ഇപ്പം ഈ ഒരു ടാബിന് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് ലെനോവോ ഐഡിയ ടാബ് പ്രോ എന്നുള്ള ഒരു ടാബാണ്. അതുപോലെ തന്നെ ഷോമിയുടെ പാഡ് 7 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ടാബിന് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ലെനോവോയുടെ ടാബ് എന്ന് പറയുന്നത് ഈ ഒരു ടാബ് തന്നെയാണ്, ജസ്റ്റ് റീബ്രാൻഡഡ് വെർഷൻസ് മാത്രമാണ്. അപ്പോൾ കോമ്പറ്റീഷനിൽ പിന്നെ വരുന്ന ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഷോമി പാഡ് 7 ആണ്. അതിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ആ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പ്രോസസ്സറിൻ്റെ ഒക്കെ ലെവലിൽ വരുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബിലും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് ടാബുകളുടെ കാര്യത്തിൽ. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR5Xൻ്റെ റാമാണ് ഇതിൽ വരുന്നത്. 128GB ഇൻറ്റേർണൽ വെർഷനിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. 256GB ഇൻറ്റേർണൽ വെർഷനിൽ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാബിൽ കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. JBL ട്യൂൺ ചെയ്തിട്ടുള്ള കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഡിവൈസിൽ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ അവർക്ക് കൊടുക്കായിരുന്നു. പിന്നെ ഇതിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റ് ആയിരിക്കും ലഭിക്കുക. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ 13 മെഗാ ക്യാമറ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ ഇതൊരു ടാബ്ലറ്റാണ്. ടാബ്ലറ്റ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമില്ല. അപ്പം ഈ ഒരു ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് തന്നെ മതി. പൊതുവേ നമ്മൾ ടാബ് എന്ന് പറയുന്ന ഡിവൈസ് അത്ര ഒരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ ആണ് എന്ന് പറയാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ 10,200 mAhൻ്റെ ബാറ്ററിയാണ് ഈ ടാബിൽ വരുന്നത്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് ഇത്. പിന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡുമാണ് ടാബുകളുടെ കാര്യത്തിൽ. Type C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ തന്നെ 68 വാട്ടിൻ്റെ ചാർജറും വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ടാബിന് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് ഷോമി പാഡ് 7 ആണ്. അതിൽ 8850 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. അപ്പം അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 26,999 രൂപയാണ്. 12GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 28,999 രൂപയാണ്. പിന്നെ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ മോട്ടറോളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഈ ഒരു ടാബ് ലഭിക്കുന്നതായിരിക്കും. ഏപ്രിൽ 23 മുതലാണ് ഈ ടാബിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സൊക്കെ ഉണ്ട്. ബാങ്ക് ഓഫേഴ്സും കൂടി കഴിഞ്ഞിട്ട് 2,000 രൂപയുടെ ഓഫ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം അടുത്ത് ലെനോവോ ഐഡിയ ടാബ് പ്രോ എന്നുള്ള ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഈ ഒരു മോട്ടോ പാഡ് 60 Pro എന്ന ടാബ്ലറ്റ് പുതിയൊരു ടാബ് ഒന്നുമല്ല, പഴയ ടാബ് തന്നെയാണ്. ലെനോവോ ഐഡിയ ടാബ് പ്രോ എന്നുള്ള ടാബ്ലറ്റ് ജസ്റ്റ് റീബ്രാൻഡ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്, നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്, തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ടാബ്ലറ്റ് തന്നെയാണ് ഈ ടാബ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടാബുകൾ എന്ന് പറയുന്നത് ഒന്ന് ലെനോവോ ഐഡിയ ടാബ് പ്രോ എന്നുള്ള ടാബ്ലറ്റ് ആണ്. ആ ഒരു ടാബ് എന്ന് പറയുന്നത് വേറെ ടാബ് ഒന്നുമല്ല, ഇതേ സെയിം ടാബ് തന്നെയാണ്, ജസ്റ്റ് റീബ്രാൻഡഡ് വെർഷൻസ് മാത്രമാണ്. അപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. പിന്നെ കോമ്പറ്റീഷനിൽ വരുന്നത് ഷോമി പാഡ് 7 ആണ്. ആ ഒരു ടാബും നല്ലൊരു ടാബ് തന്നെയാണ്, ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് അതിലും വരുന്നത്. അപ്പം ആ ഒരു ടാബിന് കോമ്പറ്റീഷനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ടാബ് തന്നെയാണ് ഇതും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ടാബ്ലറ്റ് ആണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.